മുസ്ലിം ആയിട്ടുണ്ട് എങ്കിൽ, നമുക്ക് വിശ്വാസം കിട്ടിയിട്ടുണ്ട് എങ്കിൽ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ ആദ്യവും രണ്ടാമതും മൂന്നാമതും അവസാനമായും നേട്ടമുള്ളത് അത് പറയുന്ന വ്യക്തിക്ക് തന്നെയാണ്. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് റബ്ബിനെന്തോ കിട്ടാനുണ്ട് എന്ന ഒരു വിചാരം ഒരു മുസ്ലിമിനും ഒരു വിശ്വാസിക്കും പാടില്ല. നമ്മൾ ഈ ഇസ്ലാം ഇട്ടെറിഞ്ഞു പോയാൽ, ഞാൻ ഇന്ന് മുതൽ എക്സ് മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ അള്ളാഹുവിനൊരു നഷ്ടവും വരുവാനുമില്ല. അതുകൊണ്ട് നമ്മൾ മുസ്ലിമായി കഴിഞ്ഞാൽ, മുസ്ലിങ്ങളായി കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ ഗുണവും നേട്ടവും നമുക്ക് തന്നെയാണ് എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മുസ്ലിമായി കൊണ്ട് ജീവിക്കുമ്പോൾ ഒരു അഭിമാന ബോധത്തോടു കൂടി, അഭിമാനമുള്ള മുസ്ലിമായി കൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് എവിടെയും ഉറക്കെ പ്രഖ്യാപിക്കുവാൻ, അതിന്റെ ചിഹ്നങ്ങളെ പേറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആദർശത്തിലും നമ്മുടെ ഇടപെടലുകളിലും നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ ശരീരത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഒരു മുസ്ലിമാണ് എന്ന് ഒരാൾ കണ്ടാൽ അയാൾക്ക് തോന്നുന്ന രൂപത്തിലായി മാറുവാൻ, അഭിമാന ബോധത്തോടു കൂടി അങ്ങനെ ക്രമീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അഭിമാനമുള്ള മുസ്ലിമീങ്ങളാവുക. മുസ്ലിമാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുക. ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മുസ്ലിമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ എങ്ങനെ വിലയിരുത്തും, ആളുകൾ എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുക, ഞാനില്ലാത്ത സദസ്സിൽ എന്നെ കുറിച്ച് ആളുകൾ എന്താണ് പറയുക എന്ന ഒരു അവകാശബോധമല്ല നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് ഞാനൊരു മുസ്ലിമായല്ലോ, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകിയല്ലോ, അള്ളാഹു എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരാളെയും പങ്കു ചേർക്കാതെ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് വിദഗ്ധകൾക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ അമൽ സ്വാലിഹാത്തുകൾ കൃത്യമായി കൊണ്ട് മുറപ്രകാരം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതൊരു അഭിമാന ബോധത്തോടുകൂടി